എല്ലാവർക്കും ഗൈഡ് ഫോർ കെമിസ്ട്രിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ക്ലാസ് 11 കെമിസ്ട്രിയിലെ ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള എൻവയോൺമെൻറ്റൽ കെമിസ്ട്രിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ചെയ്യാൻ പോണേ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ആദ്യത്തെ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ക്ലാസിക്കൽ സ്മോഗ് ആൻഡ് ഫോട്ടോ കെമിക്കൽ സ്മോഗ്. ക്ലാസിക്കൽ സ്മോഗും ഫോട്ടോ കെമിക്കൽ സ്മോഗും തമ്മിലുള്ള ഡിഫറൻസ് എഴുതാനാണ് പറയണത്. പിന്നെ പറയുന്നത് സജസ്റ്റ് എനി 2 മെത്തേഡ്സ് ടു കൺട്രോൾ ഫോട്ടോ കെമിക്കൽ സ്മോഗ്. ഫോട്ടോ കെമിക്കൽ സ്മോഗിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും 2 മെത്തേഡ് ജൂലൈ 2019 സെപ്റ്റംബർ 2012 ചോദിച്ചതാട്ടോ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഈ പാർട്ടിലെ ഡിഫറൻസിയേഷൻ എന്താണെന്ന് നോക്കാം. ക്ലാസിക്കൽ സ്മോഗ് ഇറ്റ് ഒക്കേഴ്സ് ഇൻ കൂൾ ആൻഡ് ഹ്യൂമിഡ് ക്ലൈമറ്റ്. അപ്പോൾ ക്ലാസിക്കൽ സ്മോക്ക് എന്ന് പറഞ്ഞാൽ കൂളും ഹ്യൂമിഡ് ആയിട്ടുള്ള ക്ലൈമറ്റിലാണ് നടക്കുക. ഇറ്റ് ഇസ് എ മിക്സ്ചർ ഓഫ് സ്മോക്ക്, ഫോഗ് ആൻഡ് സൾഫർ ഡയോക്സൈഡ്. ക്ലാസിക്കൽ സ്മോക്ക് എന്ന് പറഞ്ഞാൽ സ്മോക്കും ഫോഗും സൾഫർ ഡയോക്സൈഡും കൂടിയിട്ടുള്ളൊരു മിക്സ്ചറാണ്. അതൊക്കെ കൂടിയിട്ടാണ് ക്ലാസിക്കൽ സ്മോക്ക് ഉണ്ടാവുന്നത്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് റെഡ്യൂസിങ് സ്മോക്ക്. അതിനെ റെഡ്യൂസിങ് സ്മോക്ക് എന്നും കൂടി വിളിക്കാറുണ്ട്. ഇനി അടുത്തത് ഫോട്ടോ കെമിക്കൽ സ്മോക്ക്. ഇറ്റ് ഒക്കേഴ്സ് ഇൻ വാം, ഡ്രൈ ആൻഡ് സണ്ണി ക്ലൈമറ്റ്. അപ്പോൾ നേരെ ഓപ്പോസിറ്റാണ് ഫോട്ടോ കെമിക്കൽ സ്മോക്ക് എന്ന് പറഞ്ഞാൽ. വാമും ഡ്രൈയും സണ്ണി ആയിട്ടുള്ള ക്ലൈമറ്റിലാണ് ഇത് നടക്കുക. ദ മെയിൻ കമ്പോണൻസ് ആർ നൈട്രജൻ ഓക്സൈഡ്സ്, അൺബേൺഡ് ഹൈഡ്രോ കാർബൺസ്, ഫോമാൽഡിഹൈഡ്. അപ്പോൾ ഇതിൽ മെയിനായിട്ടും നൈട്രജൻ ഓക്സൈഡ്, അൺബേൺഡ് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺസ്, ഫോമാൽഡിഹൈഡ്. അപ്പോൾ ഇതൊക്കെയാണ് ഉള്ളത്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഓക്സിഡൈസിങ് സ്മോക്ക്. ഇതിനെ ഓക്സിഡൈസിങ് സ്മോക്ക് എന്ന് കൂടി വിളിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളോട് ഇതും ചോദിക്കാം, ഏതാണ് റെഡ്യൂസിങ് സ്മോക്ക്, ഏതാണ് ഓക്സിഡൈസിങ് സ്മോക്ക്, അങ്ങനെയും ചോദിക്കാം കേട്ടോ. അപ്പോൾ റെഡ്യൂസിങ് എന്ന് പറഞ്ഞാൽ ക്ലാസിക്കലാണ്, ഓക്സിഡൈസിങ് എന്ന് പറഞ്ഞാൽ ഫോട്ടോ കെമിക്കലാണ്. ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചിരുന്നത് ഫോട്ടോ കെമിക്കൽ സ്മോക്കിനെ കൺട്രോൾ ചെയ്യാനുള്ള മെത്തേഡ്സ് ആണ്. സോ യൂസ് catalytic converters in automobiles which prevent the release of nitrogen oxide and hydrocarbons to the atmosphere. അപ്പോൾ ഓട്ടോമൊബൈൽസിലൊക്കെ വണ്ടിയിലൊക്കെ കാറ്റലറ്റിക് കൺവേർട്ടേഴ്സ് യൂസ് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യും, അങ്ങനെ അവരെ യൂസ് ചെയ്താൽ ഈ നൈട്രജൻ ഓക്സൈഡിൻ്റെ ഹൈഡ്രോ കാർബൺസിൻ്റെ ഒക്കെ റിലീസ് ഉണ്ടാവില്ലേ, അതിനെ നമുക്ക് തടയാൻ പറ്റും. നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് ഇവരുടെ ആ ഒരു കണ്ടൻറ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇനി certain plants like pinus can metabolize nitrogen oxide, so their plantation helps to reduce these oxides. അപ്പോൾ ചില പ്ലാന്റ്സ് ആയിട്ടുള്ള പൈനസ് ഒക്കെ പോലത്തെ പ്ലാന്റ്സിന് നൈട്രജൻ ഓക്സൈഡിനെ മെറ്റബലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അവരെ പ്ലാന്റ് ചെയ്താൽ നമുക്ക് ഇങ്ങനത്തെ ഓക്സൈഡ്സിനൊക്കെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് മാറ്റാൻ പറ്റും, റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത്, വാട്ട് ഈസ് മെൻ ബൈ ആസിഡ് വാട്ടർ. എക്സ്പ്ലെയിൻ ദ കെമിസ്ട്രി ബിഹൈൻഡ് ദ ഫോർമേഷൻ ഓഫ് ആസിഡ് റെയിൻ. വാട്ട് ആർ ദ ഹാർംഫുൾ എഫക്ട്സ് ഓഫ് ആസിഡ് റെയിൻ. സെപ്റ്റംബർ 2010 മാർച്ച് 2019 മാർച്ച് 2015 ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. എന്താണ് ആസിഡ് റെയിൻ? വെൻ ദ pH ഓഫ് റെയിൻ വാട്ടർ ഇസ് ബിലോ 5.6 ഇറ്റ് ഇസ് കോൾഡ് ആസിഡ് റെയിൻ. അപ്പോൾ സാധാരണ നമ്മൾ മഴ പെയ്യില്ലേ, മഴ പെയ്യുമ്പോൾ ആ മഴവെള്ളം അതിൻ്റെ pH 5.6 താഴെയാണെങ്കിൽ അതിനെയാണ് ആസിഡ് റെയിൻ എന്ന് വിളിക്കുക. ഇനി എന്താണ് അതിന് പിന്നിലുള്ള ഒരു കെമിസ്ട്രി, അത് ഉണ്ടാവാനുള്ള ഒരു കാരണം എന്തൊക്കെയാണ്? ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ ആൻഡ് സൾഫർ, ദാറ്റ് ഇസ് SO2 ആൻഡ് NO2 ആർ മെയിൻലി റെസ്പോൺസിബിൾ ഫോർ ആസിഡ് റെയിൻ. അപ്പോൾ ആസിഡ് റെയിൻ ഉണ്ടാവാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് നൈട്രജൻ്റെയും സൾഫറിൻ്റെയും ഓക്സൈഡ്സ് ആണ്. അതായത് SO2 NO2 ആണ് ആസിഡ് റെയിൻ ഉണ്ടാക്കണേ. ദീസ് ഗ്യാസസ് ഡിസോൾവ് ഇൻ റെയിൻ വാട്ടർ ആൻഡ് ഫോം സ്ട്രോങ് ആസിഡ്സ് ആസ് ഫോളോസ്. അപ്പോൾ ഇവർ എന്ത് ചെയ്യും, റെയിൻ വാട്ടറിൽ ഡിസോൾവ് ആവും, എന്നിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ്സ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ സ്ട്രോങ് ആസിഡ്സ് ഫോം ചെയ്യണതുകൊണ്ടാണ് നമുക്ക് ആസിഡ് റെയിൻ കിട്ടണത്. അപ്പോൾ ഇതിൻ്റെ റിയാക്ഷൻ വരുമ്പോൾ എങ്ങനെയാണ്? റിയാക്ഷൻ എളുപ്പം കേട്ടോ, അത് പഠിക്കാവുന്നതേ ഉള്ളൂ. നമുക്കറിയാം കാരണക്കാരെ ആരൊക്കെയാണ്? സൾഫർ ഡയോക്സൈഡും നൈട്രജൻ ഡയോക്സൈഡും. സോ SO2 അതെടുത്തു എന്ന് വിചാരിക്കുക. പിന്നെ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഓക്സിജൻ ഉണ്ട്, പിന്നെ റെയിൻ വാട്ടറിലൊക്കെയാണ് എന്ത് മിക്സ് ആവണേ? സോ H2O. അപ്പോൾ SO2 + O2 + H2O ഗിവ്സ് സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ് എന്ന് പറഞ്ഞാൽ H2SO4. ഓക്കെ, H2Oയും SO2 ഒക്കെ നമുക്ക് ഒരുമിച്ച് കാണുമ്പോൾ H2SO4 ഓർമ്മ വരിക. അപ്പോൾ H2SO4 സ്ട്രോങ് ആസിഡാണ്. ഇനി അടുത്തത് NO2 ആണ് റെസ്പോൺസിബിൾ. അപ്പോൾ NO2 + O2 + H2O, അപ്പോൾ HNO3. അപ്പോൾ 2 സ്ട്രോങ് ആസിഡ്സ് ആരൊക്കെയാണ്? H2SO4 HNO3. അപ്പോൾ ഇവരാണ് ഫോം ആവുക. ഇത് എളുപ്പമായിട്ടുള്ള ഒരു റിയാക്ഷനാണ്, അതൊന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഇനി അടുത്തത്, ഹാർംഫുൾ എഫക്ട്സ് ഓഫ് ആസിഡ് റെയിൻ. ആസിഡ് റെയിനിൻ്റെ ഹാർംഫുൾ എഫക്ട്സ് എന്താണെന്നാണ് ചോദിക്കുന്നത്. ആസിഡ് റെയിൻ ഇസ് ഹാർംഫുൾ ഫോർ അഗ്രികൾച്ചർ, ട്രീസ് ആൻഡ് പ്ലാന്റ്സ്. അതായത് നമ്മൾ ഇങ്ങനെ ആസിഡ് റെയിൻ പെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ അഗ്രികൾച്ചറിനും പ്ലാന്റ്സിനും ട്രീസിനൊക്കെ എഫക്റ്റ് ചെയ്യും. അത് കരിഞ്ഞു പോവും, ആസിഡ് അല്ലേ, അപ്പോൾ കരിഞ്ഞു പോവും. അപ്പോൾ അത് അവർക്കൊക്കെ അഗ്രികൾച്ചർ, ട്രീസിനും പ്ലാന്റ്സിനൊക്കെ ഹാർംഫുള്ളാണ്. ഇറ്റ് കോസസ് റെസ്പിറേറ്ററി എയിൽമെൻറ്റ്സ് ആൻഡ് സ്കിൻ ക്യാൻസർ ഇൻ ഹ്യൂമൻ ബീങ്സ് ആൻഡ് ആനിമൽസ്. നമ്മളിലും ആനിമൽസിലായാലും ഹ്യൂമൻ ബീങ്സിലായാലും റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഉണ്ടാവും, ബ്രീത്തിങ് പ്രോബ്ലംസും അങ്ങനെയൊക്കെ ഉണ്ടാവും, ലങ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും, സ്കിൻ ക്യാൻസർ ഉണ്ടാവാം. ഇറ്റ് എഫക്ട്സ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽ ലൈഫ് ഇൻ അക്വാട്ടിക്സ് എക്കോസിസ്റ്റം. അപ്പോൾ വാട്ടറിൽ ജീവിക്കുന്ന പ്ലാന്റ്സ് ആയാലും ആനിമൽസ് ആയാലും അവരുടെ ലൈഫിനെയും ഇത് എഫക്റ്റ് ചെയ്യും. ഇറ്റ് കൊറോഡ്സ് വാട്ടർ പൈപ്സ് റിസൾട്ടിങ് ഇൻ ദ ഡിസൊല്യൂഷൻ ഓഫ് ഹെവി മെറ്റൽസ് ഇൻ ടു ഡ്രിങ്കിങ് വാട്ടർ. അപ്പോൾ ഇത് ഈ ആസിഡ് റെയിൻ പെയ്താൽ വാട്ടർ പൈപ്പ് ഉണ്ടാവില്ലേ,
വെള്ളം പോണ പൈപ്പുകൾ, അതിലൊക്കെ ഇത് കൊറോഡ് ചെയ്ത് അവരിലുള്ള മെറ്റൽ കണ്ടന്റ് ഉണ്ടാവുമല്ലോ പൈപ്പിലൊക്കെ, അപ്പോൾ ആ ഹെവി മെറ്റൽസൊക്കെ അതിൽ ഡിസോൾവ് ചെയ്ത് ഇങ്ങനെ കിടക്കും. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ കുടിക്കുമ്പോൾ അങ്ങനത്തെ ഹെവി മെറ്റൽസൊക്കെ അതിലുണ്ടാവും. അപ്പം നമ്മുടെ ബോഡീനെ അത് എഫക്റ്റ് ചെയ്യും. ഇനി ആസിഡ് റെയിൻ ഡാമേജസ് ബിൽഡിങ്സ് ആൻഡ് അതർ സ്ട്രക്ചേഴ്സ് മെയ്ഡ് ഓഫ് സ്റ്റോൺ ഓർ മെറ്റൽ. സ്റ്റോണും മെറ്റലും ആസിഡായിട്ട് ഭയങ്കര റിയാക്ഷനാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ ആസിഡ് റെയിൻ പെയ്താൽ ബിൽഡിങ്സും അല്ലെങ്കിൽ അങ്ങനെ സ്റ്റോൺ കൊണ്ടും മെറ്റൽ കൊണ്ടൊക്കെ ഉണ്ടാക്കിയ സ്ട്രക്ചേഴ്സിനെയൊക്കെ അത് ഡാമേജ് ചെയ്യും. വിച്ച് പൊല്യൂട്ടൻ്റ് ഇൻ വാട്ടർ കോസസ് ബ്രൗൺ മോട്ട്ലിംഗ് ഓഫ് ടീത്ത്? ഓഗസ്റ്റ് 2018 ചോദിച്ചതാട്ടോ. അതായത് നമ്മുടെ പല്ലിൽ മോട്ട്ലിംഗ് വരുത്താനുള്ള വെള്ളത്തിലുണ്ടാവുന്ന ആ പൊല്യൂട്ടൻ്റ് എന്താണെന്ന്, അതിന് കാരണമായിട്ടുള്ള വെള്ളത്തിലുള്ള പൊല്യൂട്ടൻ്റ് എന്താണെന്ന്. ഫ്ലൂറൈഡ് അയണാണ് അതിന് കാരണം. ഇനി അടുത്തത് ഡിഫൈൻ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ആൻഡ് യൂട്രോഫിക്കേഷൻ. ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. യൂട്രോഫിക്കേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിനെ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓഗസ്റ്റ് 2018 ചോദിച്ചതാട്ടോ. ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ദി എമൗണ്ട് ഓഫ് ഓക്സിജൻ റിക്വയർഡ് ബൈ ദി ബാക്ടീരിയ ടു ബ്രേക്ക് ഡൗൺ ദി ഓർഗാനിക് മാറ്റർ പ്രസൻറ്റ് ഇൻ എ സർട്ടൺ വോള്യൂം ഓഫ് എ സാമ്പിൾ ഓഫ് വാട്ടർ. അതായത് നമ്മളൊരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് വാട്ടർ എടുത്തു, അതിൽ ഒരു ഇത്ര പെർസെൻറ്റേജ് ഓഫ് ഓർഗാനിക് മാറ്റേഴ്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട്, ഓർഗാനിക് മാറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഹെവിയാണ്, അപ്പോൾ അവരെ ബ്രേക്ക് ഡൗൺ ചെയ്യണം. അപ്പോൾ അവർ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്ടീരിയയ്ക്ക് ആവശ്യമുള്ള എമൗണ്ട് ഓഫ് ഓക്സിജൻ, അതിനെയാണ് ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. ബയോകെമിക്കൽസ് എന്ന് പറഞ്ഞാൽ എന്താ, ഓർഗാനിക് മാറ്റേഴ്സ്. അപ്പോൾ അങ്ങനത്തെ ഓർഗാനിക് മാറ്റേഴ്സിനെ ബാക്ടീരിയയ്ക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ്റെ അളവ്, അതിനെയാണ് ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. ഇനി അടുത്തത് യൂട്രോഫിക്കേഷൻ. ന്യൂട്രിയൻ്റ് എൻറിച്ച്ഡ് വാട്ടർ ബോഡീസ് സപ്പോർട്ട് ഡെൻസ് പ്ലാന്റ് പോപ്പുലേഷൻ. ന്യൂട്രിയൻറ്റ് നല്ലോണം ഉള്ള വാട്ടർ ബോഡീസ് നല്ലോണം പ്ലാന്റ് ഗ്രോത്ത് സഹായിക്കും അല്ലേ. ബട്ട് കിൽസ് ആനിമൽ ലൈഫ് ബൈ റെഡ്യൂസിങ് ദ എമൗണ്ട് ഓഫ് ഫ്രീ ഓക്സിജൻ. പക്ഷേ അതിലും ഒരു പ്രശ്നമുണ്ട്. എന്താ വെച്ചാൽ ഈ വെള്ളത്തിലുണ്ടാവുന്ന ഓക്സിജൻ ഉണ്ടല്ലോ, അത് ധാരാളം അത് വലിച്ചെടുക്കും. അപ്പോൾ അങ്ങനെ വലിച്ചെടുക്കുമ്പോൾ എന്തുണ്ടാവുക, ഈ വെള്ളത്തിലുള്ള എല്ലാ ആനിമൽ ലൈഫ്സ്, അതായത് ഫിഷ് ആവാം, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, എന്തൊക്കെ ആനിമൽ ലൈഫ് വെള്ളത്തിലുണ്ടോ അതിനെല്ലാത്തേനും ഇത് കൊല്ലും. ദിസ് റിസൾട്ട്സ് ഇൻ ദ ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. അപ്പോൾ ബയോഡൈവേഴ്സിറ്റിനെ അത് എഫക്റ്റ് ചെയ്യും. നെയിം ദ ടൈപ്പ് ഓഫ് സ്മോക്ക് ജനറലി ഫോം ഡ്യൂറിങ് കൂൾ ആൻഡ് ഹ്യൂമിഡ് ക്ലൈമറ്റ്. മാർച്ച് 2018 ചോദിച്ചത് കേട്ടോ. കൂളും ഹ്യൂമിഡായിട്ടുള്ള ക്ലൈമറ്റിൽ വരുന്ന സ്മോക്ക് ഇതാ ഇപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞതാ, ക്ലാസിക്കൽ സ്മോക്ക്. റൈറ്റ് എനി 2 അപ്ലിക്കേഷൻസ് ഓഫ് ഗ്രീൻ കെമിസ്ട്രി ഇൻ ഡേ ടു ഡേ ലൈഫ്. വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ ഇത്. ഓഗസ്റ്റ് 2014 മാർച്ച് 2016 സെപ്റ്റംബർ 2012 മാർച്ച് 2018 ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രീൻ കെമിസ്ട്രി നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ എവിടെയാണ് അപ്ലൈ ചെയ്യുക? രണ്ടെണ്ണം മെയിനായിട്ട്. ഡ്രൈ ക്ലീനിങ് ഓഫ് ക്ലോത്ത്സ്. ഡ്രൈ ക്ലീനിങ് നടത്തില്ലേ നമ്മൾ തുണിയൊക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. ലിക്വിഫൈഡ് കാർബൺ ഡൈ ഓക്സൈഡ് വിത്ത് സ്യൂട്ടബിൾ ഡിറ്റർജൻറ്റ് ഇസ് യൂസ്ഡ് ഫോർ ഡ്രൈ ക്ലീനിങ് ക്ലോത്ത്സ്. അപ്പോൾ നമ്മൾ എന്ത് ചോദിച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡിൽ ലിക്വിഡ് ഫോമിലുള്ളതുണ്ട്, അതിനെ നമ്മൾ സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ഡിറ്റർജൻറ്റ് വെച്ച് യൂസ് ചെയ്തിട്ടാണ് ഡ്രൈ ക്ലീനിങ് നടത്തുക. അപ്പോൾ നമ്മളത് ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്നില്ലേ? അപ്പോൾ അതാണ്. ഇനി ബ്ലീച്ചിങ് ഓഫ് പേപ്പർ. H2O2 വിത്ത് സ്യൂട്ടബിൾ കാറ്റലിസ്റ്റ് ഇസ് യൂസ്ഡ് ഫോർ ബ്ലീച്ചിങ് പേപ്പർ. പേപ്പർ ബ്ലീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹൈഡ്രജൻ പെറോക്സൈഡിന് അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കാറ്റലിസ്റ്റ് വെച്ചിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കും. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് പേപ്പർ ബ്ലീച്ച് ചെയ്യാൻ പറ്റുന്നത്. ഇനി അടുത്തത്, ഓസോൺ ലെയർ പ്ലേസ് സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ പ്രൊട്ടക്റ്റിംഗ് എർത്ത് ഫ്രം ഹാംഫുൾ UV റേഡിയേഷൻ. നമുക്കറിയാം അല്ലേ, നമ്മുടെ എർത്തിന് ചുറ്റായിട്ട് UV റേഡിയേഷൻസ് ഉണ്ട്. അപ്പോൾ ആ റേഡിയേഷനിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യണത് ഓസോൺ ലെയർ ആണ്. പക്ഷെ എന്താ സംഭവിക്കാൻ, ഇപ്പോൾ ഡിപ്ലീഷൻസ് നടക്കുന്നുണ്ട് അല്ലേ. സോ വാട്ട് ഡു യു മീൻ ബൈ ഓസോൺ ലെയർ ഡിപ്ലീഷൻ? വാട്ട് ആർ ദി ഇഫക്ട്സ് ഓഫ് ഓസോൺ ലെയർ ഡിപ്ലീഷൻ? സെപ്റ്റംബർ 2013 ജൂലൈ 2017 ചോദിച്ചിട്ടുള്ളതാണ്. എന്താണ് ഓസോൺ ലെയർ ഡിപ്ലീഷൻ? അത് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ദ ഡീകമ്പോസിഷൻ ഓഫ് ഓസോൺ ലെയർ ഇൻ ദ സ്ട്രാറ്റോസ്ഫിയർ ബൈ ദി ആക്ഷൻ ഓഫ് സർട്ടൻ സബ്സ്റ്റൻസസ് ലൈക്ക് CFCs ആൻഡ് ഫ്രിയോൺസ് ഇസ് കോൾഡ് ഓസോൺ ലെയർ ഡിപ്ലീഷൻ. അതായത് നമ്മളുടെ റെഫ്രിജറേറ്റേഴ്സിലൊക്കെയുള്ള CFCയും ഫ്രിയോൺസൊക്കെ കാരണം അത് സ്ട്രാറ്റോസ്ഫിയറിലെ ഓസോൺ ലെയറിനെ ഡീകമ്പോസ് ചെയ്യിപ്പിക്കും. അങ്ങനെ ഉണ്ടാവുന്നതാണ് ഓസോൺ ലെയർ ഡിപ്ലീഷൻ എന്ന് പറഞ്ഞാൽ. ഓസോൺ ലെയറിൻ്റെ ഡിപ്ലീറ്റ് ചെയ്ത് പോവുക, അതായത് ഡീകമ്പോസ് ചെയ്ത് അതില്ലാണ്ടായി പോവുക. അതിന് കാരണക്കാരായിട്ടുള്ളത് CFCയും ഫ്രിയോൺസൊക്കെയാണ്. ഇനി അടുത്തത് ഇഫക്റ്റ് ഓഫ് ഓസോൺ ലെയർ ഡിപ്ലീഷൻ എന്തായിരുന്നു? It leads to aging of skin, cataract, sunburn, skin cancer, killing of many phytoplanktons, damage to fish productivity, etc. അപ്പോൾ ഓസോൺ ലെയർ ഡിപ്ലീഷൻ കാരണം UV റേഡിയേഷൻസ് നമ്മുടെ എർത്തിൻ്റെ ഉള്ളിലേക്ക് വരും അല്ലേ. അപ്പോൾ അത് കാരണം സ്കിന്നിന് നല്ലോണം ഏജിങ് വരും, കാറ്ററാക്ട് വരും, തിമിരം, സൺബേൺ വരും, സ്കിൻ ക്യാൻസർ വരും. പിന്നെ നമ്മുടെ ഫൈറ്റോപ്ലാങ്ക്ടൻസിനെ കുറേ പ്ലാന്റ്സിനെയൊക്കെ കൊല്ലും. ഫിഷ് പ്രൊഡക്ടിവിറ്റി, അതായത് ഫിഷസിൻ്റെ എമൗണ്ട് കുറയും, അതിനെ ഡാമേജ് ചെയ്യും. ഇറ്റ് ലീഡ്സ് ടു ഹാംഫുൾ മ്യൂട്ടേഷൻ ഓഫ് സെൽസ്. സെൽ മ്യൂട്ടേഷൻ പെട്ടെന്ന് നടക്കും. ഓക്കെ, നമ്മുടെ സെൽസിന് UV റേഡിയേഷൻ കിട്ടി അത് പെട്ടെന്ന് ചേഞ്ചസ് വരും. അപ്പോൾ മ്യൂട്ടേഷൻ പെട്ടെന്ന് നടക്കും. അപ്പോൾ അത് പ്രശ്നമാണ് നമ്മുടെ ബോഡിക്ക്. അതാണ് ക്യാൻസേഴ്സൊക്കെ വരാൻ കാരണം. സെൽ ഫാസ്റ്റായിട്ട് മ്യൂട്ടേഷൻ നടത്തിയാൽ ക്യാൻസർ വരും.
ഇനി ഇറ്റ് ഓൾസോ ഇൻക്രീസസ് ഇവോപ്പറേഷൻ ഓഫ് സർഫസ് വാട്ടർ ത്രൂ സ്റ്റുമേറ്റ ഓഫ് ലീവ്സ് ആൻഡ് ഡിക്രീസസ് മോയ്സ്ചർ കണ്ടന്റ് ഓഫ് സോയിൽ. അപ്പോൾ ഇതെന്ത് ചെയ്യുന്ന വെച്ചാൽ പെട്ടെന്ന് ഇവോപ്പറേഷൻ നല്ലോണം ഇൻക്രീസ് ചെയ്യിപ്പിക്കും. ഇവോപ്പറേഷൻ ഇൻക്രീസ് ആയാൽ എന്തുണ്ടാവുക, ലീവ്സിലൊക്കെയുള്ള സ്റ്റൊമേറ്റയിൽ ഇവോപ്പറേഷൻ നടന്ന് പെട്ടെന്ന് അതിലുള്ള വെള്ളത്തിൻ്റെ അംശം പോവും. അപ്പോൾ അത് അങ്ങനെ പ്ലാന്റ്സിനെ ഡിസ്ട്രോയ് ചെയ്യും. പിന്നെ സോയിലിലുള്ള മോയ്സ്ചർ കണ്ടന്റ് ഒക്കെ കുറയും ഇവോപ്പറേഷൻ നടന്നിട്ട്, അല്ലേ? സോയിലൊക്കെ വെള്ളം വേണം, അല്ലേ? ഇറ്റ് ഇൻക്രീസ് ഇൻ UV റേഡിയേഷൻ ഡാമേജ് പ്ലാന്റ്സ് ആൻഡ് ഫൈബേഴ്സ് കോസിങ് ദം ടു ഫെയ്ഡ് ഫാസ്റ്റ്. അപ്പോൾ അത് പ്ലാന്റ്സിനെയും ഫൈബേഴ്സിനെയൊക്കെ എഫക്റ്റ് ചെയ്യും, പെട്ടെന്ന് അത് നാശമാവും. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ എഫക്ട്സ്. ഇനി എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ ഇസ് ദി എഫക്ട് ഓഫ് അൺഡിസൈറബിൾ ചേഞ്ചസ് ഇൻ സറൗണ്ടിങ്സ് ദാറ്റ് ഹാവ് ഹാർംഫുൾ ഇഫക്ട്സ് ഓൺ പ്ലാന്റ്സ്, ആനിമൽസ് ആൻഡ് ഹ്യൂമൻ ബീങ്സ്. അപ്പോൾ എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാന്റ്സിലായാലും ആനിമൽസിലായാലും ഹ്യൂമൻ ബീങ്സിലായാലും നമ്മൾ വിചാരിക്കാത്ത ചേഞ്ചസ് ആണ് നമ്മളിൽ വരുത്തുക. അതും ഹാർംഫുൾ ആയിട്ടുള്ള ഇഫക്ട്സ് ആയിരിക്കും നമ്മളിൽ ഉണ്ടാവുക. ഇതൊരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രം കേട്ടോ. അപ്പോൾ എക്സ്പ്ലെയിൻ ദ അഡ്വേഴ്സ് എഫക്ട് ഓഫ് ഗ്ലോബൽ വാർമിംഗ്. ഗ്ലോബൽ വാർമിംഗ് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ചൂസ് ദ വൺ വിച്ച് ഇസ് നോട്ട് എ കമ്പോണൻറ്റ് ഓഫ് ഫോട്ടോകെമിക്കൽ സ്മോക്ക്. ഫോട്ടോകെമിക്കൽ സ്മോക്കിൻ്റെ കമ്പോണൻ്റ് അല്ലാത്ത ഒരാളെ ചൂസ് ചെയ്യാനാണ് പറയുന്നത്. NO2, O3, SO2 എന്നൊക്കെ. സോ മാർച്ച് 2017 ചോദിച്ച ചോദ്യമാണ്. നമുക്ക് ആദ്യം ഗ്ലോബൽ വാർമിങ്ങിൻ്റെ എഫക്ട്സ് എന്താണെന്ന് നോക്കാം. ഡ്യൂ ടു ഗ്ലോബൽ വാർമിംഗ് ദ ആവറേജ് ഗ്ലോബൽ ടെമ്പറേച്ചർ വിൽ ഇൻക്രീസ്. അപ്പോൾ ഗ്ലോബൽ വാർമിംഗ് കാരണം നമ്മുടെ മൊത്തത്തിൽ ഗ്ലോബലി നമ്മുടെ ചുറ്റുമുള്ള ടെമ്പറേച്ചർ കൂടും. വിച്ച് വിൽ ലീഡ് ടു ദ മെൽറ്റിംഗ് ഓഫ് പോളാർ ഐസ് ക്യാപ്സ് ആൻഡ് ഫ്ലഡിംഗ് ഓഫ് ലോ ലൈയിങ് ഏരിയാസ് ഓൾ ഓവർ ദി എർത്ത്. അപ്പോൾ ഇത് കാരണം എന്തുണ്ടാവും? നമ്മുടെ പോളാർ ഐസ് ക്യാപ്സിലൊക്കെ ഉള്ള ഐസുകൾ മെൽറ്റ് ചെയ്യാൻ തുടങ്ങും. ലോ ലൈയിങ് ആയിട്ടുള്ള ഏരിയാസിലൊക്കെ അത് ഫ്ലഡിങ് വരുത്തും. ഓക്കെ, അപ്പോൾ ഇൻക്രീസ് ഇൻ ഗ്ലോബൽ ടെമ്പറേച്ചർ റിസൾട്ട്സ് ഇൻ ഡെങ്കു, മലേറിയ, യെല്ലോ ഫീവർ. അപ്പോൾ അങ്ങനെ ഗ്ലോബൽ ടെമ്പറേച്ചറിൽ ഇൻക്രീസ് വന്നാൽ അത് കുറേ ഡിസീസസ് കൊണ്ടുവരും. അതായത് ഡെങ്കു, മലേറിയ, യെല്ലോ ഫീവർ ഇതൊക്കെ വരുത്തും. ഇനി അടുത്തത് ഫോട്ടോ കെമിക്കൽ സ്മോഗിൽ ഇല്ലാത്ത ആൾ SO2 അല്ലേ. അപ്പോൾ SO2 ക്ലാസിക്കൽ സ്മോഗിൽ പെടുന്ന ആളാണ്. അപ്പോൾ ഫോട്ടോ കെമിക്കൽ സ്മോഗിൽ പെടാത്തതാരാ? SO2. ഇനി അടുത്തത് ദ ഫിനോമിനൻ ഓഫ് ഗ്ലോബൽ വാർമിംഗ് ഇസ് ഡ്യൂ ടു ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്. ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് കാരണമാണ് ഗ്ലോബൽ വാർമിംഗ് നടക്കുന്നത്. സോ വാട്ട് ഈസ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്? വാട്ട് ആർ ദ കോൺസിക്വൻസസ് ഓഫ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്? എന്താണ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്? അത് മാർച്ച് 2019 ചോദിച്ചിട്ടുണ്ട്, സെപ്റ്റംബർ 2016 ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. പിന്നെ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് വന്നുകൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്താണ്? ഓക്കെ, അപ്പോൾ ആദ്യം എന്താ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്ന് നോക്കാം. When the concentration of carbon dioxide in the atmosphere is above the normal level, that is 0.03%, it absorbs more infrared radiation from the solar energy and hence the temperature of the Earth's atmosphere increases. So this is known as greenhouse effect. അപ്പോൾ നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ലെവൽ സാധാ ഉള്ളതിനെക്കാട്ടും കൂടുതലാണെങ്കിൽ, അതായത് 0.3% ഒക്കെ ആണെങ്കിൽ, അത് സോളാർ എനർജിയിൽ നിന്നുള്ള ഇൻഫ്രാറെഡ് റേഡിയേഷൻസിനെ അബ്സോർബ് ചെയ്യും. എന്നിട്ട് നമ്മുടെ എർത്തിലെ ടെമ്പറേച്ചറിനെ അത് കൂട്ടും. അപ്പോൾ ഇതിനെയാണ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്ന് പറയാം. ഇനി അതിൻ്റെ കോൺസിക്വൻസസ് എന്താണെന്നാണ് ചോദിച്ചത്. സോ ഡ്യൂ ടു ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്, അതായത് ഗ്ലോബൽ വാർമിംഗ് കാരണം ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ. ദി ആവറേജ് ഗ്ലോബൽ ടെമ്പറേച്ചർ വിൽ ഇൻക്രീസ് വിച്ച് ലീഡ് ടു ദ മെൽറ്റിംഗ് ഓഫ് പോളാർ ഐസ് ക്യാപ്സ് ആൻഡ് ഫ്ലഡിംഗ് ഓഫ് ലോ ലൈയിങ് ഏരിയാസ് ഓൾ ഓവർ ദി എർത്ത്. അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ ഗ്ലോബൽ വാർമിംഗിൽ നേരത്തെയും പറഞ്ഞത്, അല്ലേ? ഇത് ടെമ്പറേച്ചർ കൂടുമ്പോൾ നമ്മുടെ പോളാർ ഐസ് ക്യാപ്സ് ഒക്കെ മെൽറ്റ് ചെയ്യാൻ തുടങ്ങും. ഫ്ലഡിങ്, അത് അങ്ങനെ മെൽറ്റ് ചെയ്ത് വരുമ്പോൾ ആ ലോ ലൈയിങ് ഏരിയാസിലൊക്കെ ഫ്ലഡിങ് വരും. പിന്നെ ഉള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ ടെമ്പറേച്ചർ കൂടിയാൽ ഇൻഫെക്റ്റിയസ് ആയിട്ടുള്ള കുറേ ഡിസീസസിന് അതിന് കാരണമാവും. ഡെങ്കു, മലേറിയ, യെല്ലോ ഫീവർ, സ്ലീപ്പിംഗ് സിക്നസ്, ഇങ്ങനത്തെ കുറേ ഡിസീസസ് വരും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കോൺസിക്വൻസസ്. ഇനി അടുത്തത് മാച്ച് ദ ഫോളോയിങ്. മാർച്ച് 2016 ചോദിച്ചതാട്ടോ. CFC, ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ, കാഡ്മിയം, നൈട്രേറ്റ്സ്, ബ്ലൂ ബേബി സിൻഡ്രോം, കിഡ്നി ഡാമേജ്, യൂട്രോഫിക്കേഷൻ, ഓസോൺ ഡിപ്ലീഷൻ, റെഡ് ഹേസ് ഇൻ ട്രാഫിക്. അപ്പോൾ CFC എന്ന് പറയുന്നത് ഓസോൺ ഡിപ്ലീഷനാണ്, അല്ലേ? CFC കാരണം, CFCയും ഫ്രിയോൺസും കാരണമാണ് ഓസോൺ ഡിപ്ലീഷൻ വരിക. പിന്നെ ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ എന്ന് പറഞ്ഞാൽ റെഡ് ഹേസ് ഇൻ ട്രാഫിക്. പിന്നെ കാഡ്മിയം കിഡ്നി ഡാമേജിന് കാരണമാവും. നൈട്രേറ്റ്സ് ബ്ലൂ ബേബി സിൻഡ്രോം. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ. നൈട്രേറ്റ്സ് ബ്ലൂ ബേബി സിൻഡ്രോം എന്നുള്ളത് അത് എപ്പോഴും വരാറുണ്ട്. ഇനി അടുത്തത് സ്മോക്ക് ഇസ് ദ മോസ്റ്റ് കോമൺ എക്സാമ്പിൾ ഓഫ് എയർ പൊല്യൂഷൻ. എയർ പൊല്യൂഷൻ്റെ മോസ്റ്റ് കോമൺ എക്സാമ്പിൾ ആണ് സ്മോക്ക്. ദ സ്മോക്ക് ദാറ്റ് ഒക്കേഴ്സ് ഇൻ കൂൾ ഹ്യൂമിഡ് ക്ലൈമറ്റ് എന്താ? ക്ലാസിക്കൽ സ്മോക്ക്. ഇനി എക്സ്പ്ലെയിൻ ദ കോസ് ഓഫ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്. ഗ്രീൻ ഹൗസ് ഇഫക്റ്റിന് കാരണമായിട്ടുള്ള ചില സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുന്നത്. മാർച്ച് 2009 2010 ഒക്ടോബർ 2015 ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കാം എന്താ ആൻസർ എന്ന്. പ്രസൻസ് ഓഫ് സർട്ടൻ ഗ്യാസസ് ലൈക്ക് CO2, CH4, water vapor, CFCs, nitrous oxide, ozone, etc. in excess concentration is responsible for greenhouse effect. അപ്പോൾ ചില ഗ്യാസസ്, അതായത് കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയിൻ, വാട്ടർ വേപ്പർ, CFC, നൈട്രസ് ഓക്സൈഡ്, ഓസോൺ, ഇവരൊക്കെ നല്ല എമൗണ്ടിലുണ്ടെങ്കിൽ അവരാണ് ഗ്രീൻ ഹൗസ് ഇഫക്റ്റിന് കാരണക്കാർ. ഓക്കെ, കാർബൺ മോണോക്സൈഡ് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് സീരിയസ് എയർ പൊല്യൂട്ടൻസ്. ഹൗ ഡസ് ഇറ്റ് പൊല്യൂട്ട് ദ അറ്റ്മോസ്ഫിയർ? ഓഗസ്റ്റ് 2014 ചോദിച്ചതാണ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡാണ് ഏറ്റവും ഹാംഫുൾ ആയിട്ടുള്ള എയർ പൊല്യൂട്ടൻറ്റ്.
അപ്പോൾ എങ്ങനെയാണ് ഇത് നമ്മുടെ അറ്റ്മോസ്ഫിയറിനെ പൊല്യൂട്ട് ചെയ്യാന്ന്. അപ്പോൾ ഇതിൻ്റെ ആൻസറാണ് നമ്മൾ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്താണെന്ന് ചോദിച്ചിട്ട് ഉള്ളതിൽ എഴുതിയിരുന്നത്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് ഇത്ര നോർമൽ ലെവലിൽ കൂടുക, അതായത് 0.3% ആയാൽ 0.03% ആയാൽ അത് ഇൻഫ്രാറെഡ് റേഡിയേഷനെ സോളാർ എനർജിയിൽ നിന്ന് അബ്സോർബ് ചെയ്ത് നമ്മുടെ എർത്തിലെ ടെമ്പറേച്ചർ കൂട്ടും. അപ്പോൾ ഇതാണ് അവർ ചെയ്യുക. ഓക്കെ, എങ്ങനെയാണ് അവർ പൊല്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് എഴുതേണ്ടത് കേട്ടോ. ഇനി അടുത്തത് ദർ ആർ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് റിഗാർഡിംഗ് ഡ്രിങ്കിങ് വാട്ടർ, റൈറ്റ് എനി 3 among them. അപ്പോൾ ഡ്രിങ്കിങ് വാട്ടറിനെ റിഗാർഡ് ചെയ്തിട്ട് കുറേ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഏതെങ്കിലും 3 എഴുതാൻ പറയുകയാണ്. ഇവിടെ ഞാൻ 4 കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്താണ് ചോദിക്കണേ, എത്ര എണ്ണം ചോദിക്കണേ അതിനനുസരിച്ച് എഴുതാം കേട്ടോ. മാസ്റ്റേഴ്സ് 2014 ചോദിച്ചതാണ്. അപ്പോൾ ഫ്ലൂറൈഡാണ് ആദ്യത്തെ, പിന്നെ ലെഡ്, പിന്നെ സൾഫേറ്റ്, പിന്നെ നൈട്രേറ്റ്. ഫ്ലൂറൈഡ് എന്ന് പറഞ്ഞാൽ ഫോർ ഡ്രിങ്കിങ് പർപ്പസ് വാട്ടർ ഷുഡ് കണ്ടെയ്ൻ ഫ്ലൂറൈഡ് അപ് ടു 1 ppm. ppm എന്ന് പറഞ്ഞാൽ പാർട്സ് പെർ മില്യൺ. അപ്പോൾ ഡ്രിങ്കിങ് പർപ്പസിനൊക്കെ കുടിക്കാനൊക്കെ വെള്ളത്തിൽ ഫ്ലൂറൈഡിൻ്റെ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ 1 ppm ആയിരിക്കണം. ലെഡ്, ദ അപ്പർ ലിമിറ്റ് കോൺസെൻട്രേഷൻ ഓഫ് ലെഡ് ഇൻ ഡ്രിങ്കിങ് വാട്ടർ ഇസ് അബൌട്ട് 50 ppb, അതായത് പാർട്സ് പെർ ബില്യൺ. അപ്പോൾ ലെഡിൻ്റെ മാക്സിമം കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ ഡ്രിങ്കിങ് വാട്ടറിൽ 50 ppb ആണ്. ഇനി സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 500 ppm, 500 ppm താഴെയാവണം. നൈട്രേറ്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം ലിമിറ്റ് ഓഫ് നൈട്രേറ്റ് ഇൻ ഡ്രിങ്കിങ് വാട്ടർ ഇസ് 50 ppm. നൈട്രേറ്റിൻ്റെ മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് 50 ppm ആണ്. ഇനി അടുത്തത് പൊല്യൂഷൻ ഓഫ് വാട്ടർ ഒറിജിനേറ്റ്സ് മെയിൻലി ഫ്രം ഹ്യൂമൻ ആക്ടിവിറ്റീസ്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അനുസരിച്ചിട്ടാണ് വാട്ടർ പൊല്യൂട്ടഡ് ആവുന്നത്. സോ വാട്ട് ഡു യു മീൻ ബൈ PCB? എന്താണ് PCB? ഹൗ ഡു കെമിക്കൽ പൊല്യൂട്ടൻസ് കോസ്റ്റ് യൂട്രിഫിക്കേഷൻ? യൂട്രിഫിക്കേഷൻ എങ്ങനെയാണ് ഈ കെമിക്കൽ പൊല്യൂട്ടൻസ് കോസ് ചെയ്യണേ? മെൻഷൻ ദ അഡ്വേഴ്സ് ഇഫക്ട്സ് ഓഫ് ഹൈ ഫ്ലൂറൈഡ് കോൺസെൻട്രേഷൻ ഇൻ ഡ്രിങ്കിങ് വാട്ടർ. ഡ്രിങ്കിങ് വാട്ടറിൽ ഫ്ലൂറൈഡിൻ്റെ കോൺസെൻട്രേഷൻ കൂടിയാലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? സോ മാർച്ച് 2013 ചോദിച്ചതാട്ടോ. പോളിക്ലോറിനേറ്റഡ് ബൈഫീനൈൽസ്, അതാണ് PCB. നിങ്ങളോട് കുറേ ഷോർട്ട് ഫോംസ് തന്നിട്ട് അതിൻ്റെ അബ്രിവിയേഷൻ കൊടുക്കാൻ പറയും, അതായത് എക്സ്പാൻഡ് ചെയ്ത് എഴുതാൻ പറയും. അപ്പോൾ അതൊക്കെ അറിഞ്ഞിരിക്കണം കേട്ടോ. ഈ ചാപ്റ്ററിൽ നിന്നായിരിക്കും മെയിനായിട്ട് ചോദിക്കുക. സോ PCB എന്താണ്? പോളിക്ലോറിനേറ്റഡ് ബൈഫീനൈൽസ്. CFC എന്താണ്? ക്ലോറോ ഫ്ലൂറോ കാർബൺസ്. സോ പോളിക്ലോറിനേറ്റഡ് ബൈഫിനൈൽസ് ദേ ആർ എ ഗ്രൂപ്പ് ഓഫ് മാൻ മെയ്ഡ് കെമിക്കൽസ്. മനുഷ്യന്മാരുണ്ടാക്കിയ കെമിക്കൽസിൻ്റെ ഒരു കൂട്ടാണ് പോളിക്ലോറിനേറ്റഡ് ബൈഫിനൈൽസ്. ഇനി അടുത്ത ചോദിച്ചാണത് എങ്ങനെയാണ് ഈ കെമിക്കൽ പൊല്യൂട്ടൻസ് യൂട്രിഫിക്കേഷൻ കോസ് ചെയ്യണതെന്നാണ്. സോ സം ബാക്ടീരിയ ഫെഡ് ദ കെമിക്കൽ പൊല്യൂട്ടൻസ് ഇൻ വാട്ടർ ആൻഡ് ഗ്രോ റാപ്പിഡ്ലി. ചില ബാക്ടീരിയ എന്ന് പറയുന്നത് ഈ കെമിക്കൽ പൊല്യൂട്ടൻസിനെ കഴിക്കും. വെള്ളത്തിലൊക്കെ കഴിച്ചിട്ട് എന്ത് ചെയ്യും? അവർ ആ ബാക്ടീരിയാസ് നല്ലോണം മൾട്ടിപ്ലൈ ചെയ്യും. സോ ദേ യൂസ് ഓൾ ദ ഡിസോൾവ്ഡ് ഓക്സിജൻ ഇൻ വാട്ടർ. അപ്പോൾ ഈ കെമിക്കൽ പൊല്യൂട്ടൻ്റ് ആണെങ്കിൽ ഓക്സിജൻ ധാരാളം വേണം. അപ്പോൾ അവരെന്ത് ചെയ്യും? ബാക്ടീരിയ ഇത് കഴിച്ചുല്ലോ. അപ്പോൾ എന്തുണ്ടാവും? വെള്ളത്തിലുള്ള എല്ലാ ഡിസോൾവ്ഡ് ആയിട്ടുള്ള ഓക്സിജൻ ഇത് വലിച്ചെടുക്കും. സോ ദ ലാക്ക് ഓഫ് ഓക്സിജൻ കിൽ ഓൾ അതർ അക്വാട്ടിക് ലൈഫ് ആൻഡ് കോസ് യൂട്രിഫിക്കേഷൻ. ഓക്സിജൻ ഇല്ലാത്തതുകൊണ്ട് ബാക്കിയുള്ള അക്വാട്ടിക് ലൈഫിനെ അത് എഫക്റ്റ് ചെയ്ത് അവർ മരിക്കും. അപ്പോൾ ഇതാണ് യൂട്രിഫിക്കേഷന് കാരണമാവുന്നത്. ഇങ്ങനെ ഓരോ ടേംസിന് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ ഒന്നും ആലോചിക്കേണ്ട, അവരുടെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കുക. യൂട്രിഫിക്കേഷൻ അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്, ഇതിൻ്റെയൊക്കെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കുക. അത് വെച്ചിട്ട് നമ്മളൊരു ആപ്ലിക്കേഷൻ ലെവലിൽ നമ്മുടെ ലോജിക്കൊക്കെ യൂസ് ചെയ്തിട്ട് സെൻറ്റൻസിനെ അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റി എഴുതിയാൽ മതി. ഓക്കെ, യൂട്രിഫിക്കേഷൻ്റെ ഡെഫിനിഷൻ തന്നെയാണ് സത്യം പറഞ്ഞാൽ ഇവിടെ കൊടുത്തേണ്, പക്ഷെ വേറെ രീതിയിലാണെന്ന് മാത്രം. ചോദ്യം ചോദിച്ചതിന് അനുസരിച്ചാണ് എഴുതിയത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു രീതിയിൽ എഴുതിയാൽ മതി കേട്ടോ. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഡെഫിനിഷൻ അറിഞ്ഞാൽ മതി, ബാക്കിയെല്ലാം അപ്ലൈ ചെയ്യാൻ ഒരു സാധാ സെൻസൊക്കെ നമുക്കുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ എഴുതിയാൽ മതി. മെൻഷൻ ദ അഡ്വേഴ്സ് ഇഫക്ട്സ് ഓഫ് ഹൈ ഫ്ലൂറൈഡ് കോൺസെൻട്രേഷൻ ഡ്രിങ്കിങ് വാട്ടർ ആയിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ. സോ ഫ്ലൂറൈഡ് കോൺസെൻട്രേഷൻ അബൌവ് 2 ppm കോസസ് ബ്രൗൺ മോട്ട്ലിംഗ് ഓഫ് ടീത്ത്. ഞാൻ പറഞ്ഞു നേരത്തെ, ബ്രൗൺ മോട്ട്ലിംഗ് ഓഫ് ടീത്തിന് കാരണം വെള്ളത്തിലെ ഫ്ലൂറൈഡ് കോൺസെൻട്രേഷൻ കൂടിയാലാണ്. 2 ppm മേലെ ആയാൽ ഇത് സംഭവിക്കും. സോ എക്സസ് ഫ്ലൂറൈഡ് കോസസ് ഹാംഫുൾ ഇഫക്ട്സ് ടു ബോൺസ് ആൻഡ് ടീത്ത്. അപ്പോൾ 10 ppm മേലെയാണെങ്കിലോ നമ്മുടെ എല്ലിനും പല്ലിനും അത് ഹാംഫുൾ ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ വരുത്തും. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ പ്രശ്നങ്ങൾ കേട്ടോ. ഇനി അടുത്തത് സജസ്റ്റ് 2 എക്സാമ്പിൾസ് ഫോർ നോൺ വയബിൾ പെർട്ടിക്കുലേറ്റ് പൊല്യൂട്ടൻസ്. നോൺ വയബിൾ ആയിട്ടുള്ള പെർട്ടിക്കുലേറ്റ് പൊല്യൂട്ടൻസിൻ്റെ 2 എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട്. റൈറ്റ് എനി 2 അഡ്വേഴ്സ് ഇഫക്ട്സ് ഓഫ് ഫോട്ടോ കെമിക്കൽ സ്മോക്ക്. മാർച്ച് 2012 ചോദിച്ചത് കേട്ടോ. ഫോട്ടോ കെമിക്കൽ സ്മോക്കിൻ്റെ ഏതെങ്കിലും 2 അഡ്വേഴ്സ് ഇഫക്ട്സ് പറയാനാണ് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് നോൺ വയബിൾ ആയിട്ടുള്ള പെർട്ടിക്കുലേറ്റ് പൊല്യൂട്ടൻസിൻ്റെ എക്സാമ്പിൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സ്മോക്ക്, ഫ്യൂം, മിസ്റ്റ്, ഡസ്റ്റ് എക്സെട്ര. ഇനി അടുത്തത് അഡ്വേഴ്സ് ഇഫക്റ്റ് ഓഫ് ഫോട്ടോ കെമിക്കൽ സ്മോക്ക്. ഇറ്റ് ലീഡ്സ് ടു ക്രാക്കിംഗ് ഓഫ് റബ്ബർ ആൻഡ് എക്സ്റ്റെൻസീവ് ഡാമേജ് ടു പ്ലാന്റ് ലൈഫ്. റബ്ബറിൻ്റെ ക്രാക്കിംഗ് വരിക, പിന്നെ പ്ലാന്റ് ലൈഫിനൊക്കെ അത് വലിയ ഡാമേജാണ് വരുത്തുക. ഇറ്റ് ഓൾസോ കോസസ് കൊറോഷൻ ഓഫ് മെറ്റൽസ്, സ്റ്റോൺസ്, ബിൽഡിംഗ് മെറ്റീരിയൽസ്, റബ്ബർ ആൻഡ് പെയിൻറ്റഡ് സർഫസസ്. പിന്നെ അത് മെറ്റൽ, സ്റ്റോൺസ്, ബിൽഡിംഗ് മെറ്റീരിയൽസ്, റബ്ബർ, പെയിൻറ്റഡ് സർഫസിനൊക്കെ കൊറോഡ് ചെയ്യും. ഓക്കെ, അതുവഴി അതിന് നാശം സംഭവിക്കും. അപ്പോൾ ഇതൊക്കെയാണ് അഡ്വേഴ്സ് എഫക്ട്സ് ഓഫ് ഫോട്ടോ കെമിക്കൽ സ്മോക്ക്. ഇനി അടുത്തത് റൈറ്റ് ഇക്വേഷൻ ഫോർ ദ ഫോർമേഷൻ ഓഫ് ഓസോൺ ഇൻ സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിൽ ഓസോൺ എങ്ങനെയാണ് ഫോം ചെയ്യണതിൻ്റെ
ഇക്വേഷൻ എഴുതാൻ. പിന്നെ ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ എക്സ്പ്ലെയിൻ വിത്ത് കെമിക്കൽ ഇക്വേഷൻ ദ ഡിസ്ട്രക്ഷൻ ഓഫ് ഓസോൺ ബൈ ക്ലോറോ കാർബൺസ് കോസിങ് ഓസോൺ ഹോൾ. അപ്പോൾ ക്ലോറോ കാർബൺസ് ആണല്ലോ ഓസോൺ ഹോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ എങ്ങനെയാണ് അവർ ഓസോണിനെ ഡിസ്ട്രക്ട് ചെയ്യണതെന്ന് കെമിക്കൽ ഇക്വേഷൻ വഴി എഴുതാനാണ് പറയണത്. ഒക്ടോബർ 2011 ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഓസോൺ is formed in the upper stratosphere by the interaction of UV radiation and dioxygen. അപ്പോൾ ഓസോൺ അപ്പർ സ്ട്രാറ്റോസ്ഫിയറിൽ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡൈഓക്സിജൻ, അതായത് O2 UV റേഡിയേഷൻ വെച്ച് ഇൻട്രാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഓസോണിനെ അപ്പർ സ്ട്രാറ്റോസ്ഫിയറിൽ കിട്ടണത്. അതായത് O2 ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ് ഗിവ്സ് O+O. അതിൽ ഒരു ഓനെ എടുക്കുക, പിന്നെ വീണ്ടും O2 ആയിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുക. O+O2 അങ്ങടും ഇങ്ങടും ഇക്വിലിബ്രിയത്തിൻ്റെ റിയാക്ഷനാണ്. അപ്പോൾ നമുക്ക് എന്ത് തരും? O3 തരും. അപ്പോൾ ആദ്യം O2 എടുക്കുക, സൺലൈറ്റിൽ കൊടുക്കുക, 2 O ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. അതിന് ഒരു ഓനെ എടുക്കുക, O2ൻ്റെ ഒപ്പം റിയാക്ട് ചെയ്യിപ്പിക്കുക, അപ്പോൾ O3 കിട്ടും. ഓക്കെ. ഇനി അടുത്തത് നമ്മളോട് ചോദിച്ചിരുന്നത് ക്ലോറോ കാർബൺ എങ്ങനെയാണ് ഓസോൺ ഹോൾ ഉണ്ടാക്കണേ, ഓസോണിൻ്റെ ഡിസ്ട്രക്ഷൻ എങ്ങനെയാണ് അതുവഴി സംഭവിക്കണേന്നാണ്. കെമിക്കൽ റിയാക്ഷനും എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. So in stratosphere, CFCs get broken down by UV radiation releasing chlorine-free radical. അപ്പോൾ ക്ലോറോ കാർബൺസിന് എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ അവർ സ്ട്രാറ്റോസ്ഫിയറിൽ വെച്ച് UV റേഡിയേഷൻ വഴി ക്ലോറിൻ ഫ്രീ റാഡിക്കലിനെ റിലീസ് ചെയ്യും. അതായത് ക്ലോറോ കാർബണിൻ്റെ ഫോർമുല എന്താ? CF2Cl2 ക്ലോറോ കാർബൺ. അപ്പോൾ CF2Cl2 യുവിൻ്റെ പ്രസൻസിൽ Cl ഡോട്ടിനെ, അതായത് Cl റാഡിക്കലിനെ, ഫ്രീ റാഡിക്കലിനെ റിലീസ് ചെയ്യും. ഒപ്പം അവരിൽ നിന്നൊരു ക്ലോറിൻ പോയില്ലേ, അപ്പോൾ അവർക്കും ഒരു എക്സ്ട്രാ ഒരു റാഡിക്കൽ വരില്ലേ. അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചത്. അപ്പോൾ Cl റാഡിക്കൽ പ്ലസ് CF2Cl റാഡിക്കൽ. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുക. Clനൊരു ഡോട്ട് കൊടുക്കുക, CF2Cl നിന്ന് Cl പോയ കാരണം അവിടെ ഒരു കമ്മി വരും, അപ്പോൾ അവിടെ ഒരു ഡോട്ട് കൊടുക്കുക. ഇനി the chlorine radical then react with ozone to form chlorine monoxide radicals and molecular oxygen. ഈ ക്ലോറിൻ റാഡിക്കൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ അത് ഓസോണായിട്ട് റിയാക്ട് ചെയ്യും. പിന്നെ അപ്പോൾ അങ്ങനെ ഓസോണായിട്ട് റിയാക്ട് ചെയ്ത് നമുക്ക് ClO ഫ്രീ റാഡിക്കലും ഓക്സിജനും തരും. ഓക്കെ. ഇതിൽ ഒരു Cl എടുക്കും, അങ്ങനെ ClO ഫ്രീ റാഡിക്കലും ബാക്കിയിൽ എത്ര ഓക്സിജൻ ഉണ്ടാവുക? 2 O2. ഇനി അടുത്തത് റിയാക്ഷൻ ഓഫ് ക്ലോറിൻ മോണോക്സൈഡ് റാഡിക്കൽ വിത്ത് അറ്റോമിക് ഓക്സിജൻ പ്രൊഡ്യൂസസ് മോർ ക്ലോറിൻ റാഡിക്കൽസ്. അപ്പോൾ ഈ ClO ഫ്രീ റാഡിക്കൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവർ അറ്റോമിക് ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്യും. ClO ഫ്രീ റാഡിക്കലായിട്ട് ഒരു ഓക്സിജൻ അറ്റോമിക് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ O എന്ന് മാത്രമാണ്. അപ്പോൾ O ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് Clനെ വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യും, Cl ഫ്രീ റാഡിക്കലിനെ വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ Cl ഫ്രീ റാഡിക്കൽ പ്ലസ് O2, ഈ 2 Oയും കൂടി ഒന്നിക്കില്ലേ, അങ്ങനെ O2. The chlorine radicals are continuously regenerated and cause the breakdown of ozone. അപ്പോൾ അങ്ങനെ ക്ലോറിൻ റാഡിക്കൽസ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും, എന്നിട്ട് ഓസോൺ ബ്രേക്ക് ഡൗൺ ചെയ്യും. അപ്പോൾ ഇതിൽ എന്താ മൊത്തത്തിൽ ചെയ്തത്? ആദ്യം ക്ലോറോ കാർബണിൽ നിന്നാണ് റിയാക്ഷൻ തുടങ്ങുക. അവരെ സ്ട്രാറ്റോസ്ഫിയറിൽ വെച്ച് UV റേഡിയേഷൻ്റെ പ്രസൻസിൽ ബ്രേക്ക് ഡൗൺ ചെയ്യും. അപ്പോൾ Cl ഡോട്ടും Cl ഫ്രീ റാഡിക്കലും CF2Clൻ്റെ ഫ്രീ റാഡിക്കലും കിട്ടും. അത് കഴിഞ്ഞ് ആ Cl റാഡിക്കൽ എന്ത് ചെയ്യും? ഓസോണായിട്ട് റിയാക്ട് ചെയ്യും. എന്നിട്ട് നമുക്ക് എന്ത് തരും? ഓക്സിജൻ തരുന്നുണ്ട്. അപ്പോൾ ബാക്കി ഒരു ഓക്സിജനെ ഓസോണിൻ്റെ കയ്യിലുള്ളൂ, അത് Cl ഫ്രീ റാഡിക്കലിന് കൊടുക്കും. അപ്പോൾ ClO ഫ്രീ റാഡിക്കലാവും. ഇനി ഈ ClO ഫ്രീ റാഡിക്കൽ സാധാ ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ എന്തുണ്ടാവും? Cl ഫ്രീ റാഡിക്കലാണ് നമുക്ക് തരിക, ബാക്കി അതിലുള്ളൊരു ഓക്സിജനും പിന്നെ മറ്റേ ഓക്സിജനും കൂടിയിട്ട് O2 ആവും. ഇത്രയേ ഉള്ളൂ. ഓക്കെ. ഇനി അടുത്തത് ഓർഗാനിക് മാറ്റേഴ്സ് സച്ച് ആസ് ലീവ്സ്, ഗ്രാസ്, ട്രാഷ് എക്സെട്ര ആർ മേജർ പൊല്യൂട്ടൻസ് ഇൻ വാട്ടർ. അപ്പോൾ വാട്ടറിലെ മെയിനായിട്ടുള്ള പൊല്യൂട്ടൻസ് ആരൊക്കെയാണ്? ലീവ്സ്, ഗ്രാസ്, ട്രാഷൊക്കെ. ഹൗ ഡു ഓർഗാനിക് പൊല്യൂട്ടൻസ് എഫക്റ്റ് അക്വാട്ടിക് ലൈഫ്? അക്വാട്ടിക് ലൈഫിനെ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഓർഗാനിക് പൊല്യൂട്ടൻസ് എഫക്റ്റ് ചെയ്യണത്? ആൻഡ് വാട്ട് ഈസ് എ ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്? എന്താണ് BOD എന്നാണ് ചോദിക്കുന്നത്. മാർച്ച് 2011 ചോദിച്ചത് കേട്ടോ. അപ്പോൾ ആദ്യം എങ്ങനെയാണ് അത് എഫക്റ്റ് ചെയ്യാൻ നോക്കാം. ആസ് ദി എമൗണ്ട് ഓഫ് ഓർഗാനിക് മാറ്റർ ഇൻ വാട്ടർ ഇൻക്രീസസ്, more oxygen is required to decompose them by bacteria. So the amount of dissolved oxygen in the water decreases. This causes the oxygen dependent aquatic life to die. അപ്പോൾ എന്താ ഉണ്ടാവുകയെന്ന് വെച്ചാൽ വെള്ളത്തിൽ ഓർഗാനിക് മാറ്ററിൻ്റെ എമൗണ്ട് കൂടിയാൽ അവരെ ഡീകമ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്ടീരിയയ്ക്ക് കൂടുതൽ ഓക്സിജൻ വേണ്ടി വരും. ബാക്ടീരിയ ആണല്ലോ ഇങ്ങനത്തെ ഓർഗാനിക് മാറ്ററിനെ ഡീകമ്പോസ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാക്ടീരിയയ്ക്ക് കൂടുതൽ ഓക്സിജൻ വേണം. അപ്പോൾ ആ ഓക്സിജൻ അവർ എവിടെ നിന്ന് എടുക്കും? വെള്ളത്തിൽ കിടക്കുന്ന ഡിസോൾവ്ഡ് ഓക്സിജനിൽ നിന്ന് എടുക്കും. അപ്പോൾ വെള്ളത്തിലുള്ള ഡിസോൾവ്ഡ് ഓക്സിജൻ്റെ എമൗണ്ട് കുറയില്ലേ?
അതാണ് പറയണത്. അപ്പോൾ അതുവഴി അക്വാട്ടിക് ലൈഫിനെ അത് എഫക്റ്റ് ചെയ്യും. അവർ മരിക്കും, അല്ല അവർക്ക് ഓക്സിജൻ കിട്ടാണ്ട് അവർ മരിക്കും. അതാണ് സംഭവിക്കുക. ഇനി എന്താണ് BOD എന്നാണ് ചോദിക്കുന്നത്. ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ റിക്വയർഡ് ബൈ ബാക്ടീരിയ ടു ബ്രേക്ക് ഡൗൺ ദി ഓർഗാനിക് മാറ്റർ പ്രസൻറ്റ് ഇൻ എ സർട്ടൺ വോളിയം ഓഫ് എ സാമ്പിൾ ഓഫ് വാട്ടർ. സെയിം കാര്യം തന്നെയാണ്. വെള്ളത്തിലുള്ള ഓർഗാനിക് മാറ്ററിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ ബാക്ടീരിയയ്ക്ക് വേണ്ട എമൗണ്ട് ഓഫ് എനർജി. ഇനി ഹൗ ടു റെഡ്യൂസ് ഗ്ലോബൽ വാർമിംഗ്, എങ്ങനെയാണ് ഗ്ലോബൽ വാർമിങ്ങിനെ റെഡ്യൂസ് ചെയ്യുക? മാർച്ച് 2010 ചോദിച്ചതാട്ടോ. റെഡ്യൂസ് ദ ബേണിംഗ് ഓഫ് ഫോസിൽ ഫ്യൂൽസ് ബൈ മിനിമൈസിങ് ദ യൂസ് ഓഫ് ഓട്ടോമൊബൈൽസ്. അപ്പോൾ ഫോസിൽ ഫ്യൂൽസിനൊക്കെ ബേൺ ചെയ്യുന്നത് റെഡ്യൂസ് ചെയ്യുക, ഓട്ടോമൊബൈൽസിൻ്റെ യൂസസ് ഒക്കെ കുറച്ചിട്ട്, ലൈക്ക് സൈക്കിൾസൊക്കെ ഉപയോഗിക്കാൻ നോക്കുക, അങ്ങനെയൊക്കെ. അപ്പോൾ അതുവരെ പൊല്യൂഷൻസ് ഉണ്ടാവില്ലല്ലോ. ഇനി പ്ലാൻ ട്രീസ് ആൻഡ് എൻകറേജ് എഫോറസ്റ്റേഷൻ, മരങ്ങൾ നട്ടുപിടിപ്പിക്കുക. പിന്നെ നമ്മൾ ഡിഫോറസ്റ്റേഷൻ ഒന്നും നടത്താണ്ടിരിക്കുക, ഫോറസ്റ്റേഷന് വേണ്ടിയിട്ട് എൻകറേജ് ചെയ്യിപ്പിക്കുക. അതായത് പ്ലാന്റ്സ് ഒക്കെ ഇങ്ങനെ നടുക. ഓക്കെ. അവോയ്ഡ് ബേണിംഗ് ഓഫ് ഡ്രൈ ലീവ്സ്, വുഡ് എക്സെട്ര. ഡ്രൈ ആയിട്ടുള്ള ലീവ്സിനെയും വുഡിനെയൊക്കെ കത്തിക്കണത് നിർത്തുക. അവെയർ ദ പബ്ലിക് അബൌട്ട് ദ ബാഡ് ഇഫക്ട്സ് ഓഫ് ഗ്ലോബൽ വാർമിംഗ്. നമ്മുടെ പബ്ലിക്കിൽ ഈ ഗ്ലോബൽ വാർമിംഗ് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അറിയിക്കുക. ഇതൊക്കെയാണ് ഉണ്ടാവുക, ഗ്ലോബൽ വാർമിംഗ് ഉണ്ടായാൽ എന്തൊക്കെയാണ് സംഭവിക്കുക, അതെങ്ങനെയാണ് നമ്മളെ എഫക്റ്റ് ചെയ്യുക, പ്ലാന്റ്സിനെ എഫക്റ്റ് ചെയ്യുക, ആനിമൽസിനെ എഫക്റ്റ് ചെയ്യുക, മൊത്തം ഗ്ലോബലായിട്ട് എങ്ങനെയാണ് അത് എഫക്റ്റ് ചെയ്യുക എന്നൊക്കെ നമ്മൾ പറഞ്ഞ് അവയർനെസ് കൊടുക്കുക. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് യൂസ് ഓഫ് DDT പൊല്യൂട്ട്സ് ദി എൻവയോൺമെൻറ്റ്, ജസ്റ്റിഫൈ. ഫെബ്രുവരി 2008 ചോദിച്ചതാണ്. DDT എങ്ങനെയാണ് നമ്മുടെ എൻവയോൺമെൻറ്റിനെ പൊല്യൂട്ട് ചെയ്യണേ? DDT ഇസ് വാട്ടർ ഇൻസോളിബിൾ ആൻഡ് നോട്ട് ബയോഡിഗ്രേഡബിൾ. ഒന്നാമത് അത് വെള്ളത്തിൽ അലിയില്ല, പിന്നെ അതിനെ ഡീഗ്രേഡ് ചെയ്യാനും പറ്റില്ല. Therefore, it is transferred from lower tropic level to higher tropic level through food chain. അപ്പോൾ ഫുഡ് ചെയിനിൽ ലോവർ ട്രോപ്പിക് ലെവലിൽ നിന്ന് ഹയർ ട്രോപ്പിക് ലെവലിലേക്ക് അത് ട്രാൻസ്ഫർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇറ്റ് റിസൾട്ട്സ് ഇൻ സീരിയസ് മെറ്റബോളിക് ആൻഡ് ഫിസിയോളജിക്കൽ ഡിസോർഡർ ഇൻ ഹയർ ആനിമൽസ്. അപ്പോൾ ഇത് ഹയർ ആനിമൽസിലേക്ക് എത്തും തോറും ഇതിൻ്റെ ലെവൽ കൂടും, അല്ലേ? ഇതിൻ്റെ ആ ഒരു പോയ്സണസ് എഫക്റ്റ് കൂടും. അപ്പോൾ അത് അവരുടെ ഒരു ലൈഫിനെ എഫക്റ്റ് ചെയ്യും. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് അത് എൻവയോൺമെൻറ്റിനെ പൊല്യൂട്ട് ചെയ്യണത്. ഇത് ഡീഗ്രേഡ് ചെയ്യാത്തതുകൊണ്ടും വാട്ടറിൽ സോളിബിൾ ആവാത്തതുകൊണ്ടും ഇത് ലോവർ ലെവലിൽ നിന്ന് ഹയർ ലെവലിലേക്ക് ഇങ്ങനെ ഫുഡ് ചെയിനിലേക്കൂടെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഹയർ ആനിമൽസിന് ഇത് പ്രശ്നമാണ്. DDTൻ്റെ അളവ് അവർക്ക് കൂടുതൽ അളവല്ല കിട്ടുക, അളവ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് കൂടുതൽ അളവാണ് കിട്ടുക, അപ്പോൾ അവർക്ക് അതിനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇത്രയായിരുന്നു ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത്. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു.